IPL കഴിഞ്ഞ സീസണിൽ നേരിട്ട വൻ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ ഇത്തവണയും തകർച്ചയിലേക്ക് വീണിരിക്കുകയാണ് 5 തവണ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സ്. കഴിഞ്ഞ IPL 10ാം സ്ഥാനത്തായിരുന്നു CSK ഫിനിഷ് ചെയ്തത്. ഇത്തവണ പോരാട്ടങ്ങൾ 3ാം റൗണ്ടിലേക്ക് കടന്നപ്പോഴും ഏറ്റവും പിന്നിൽ അവരാണ്. അസാധാരണമായ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ സീസണിലും അവസാന സ്ഥാനത്ത് തന്നെ ചെന്നൈ അവസാനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനു പിന്നിലെ പ്രധാന കാരണം തുടർച്ചയായി 2 ലേലങ്ങളിലെടുത്ത തെറ്റായ തീരുമാനങ്ങളാണ്. ഏകദേശം 29 കോടി രൂപ ഇത്തവണ CSK വെറുതെ പാഴാക്കിയപ്പോൾ അതേ തുകയ്ക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഒരു കിടിലൻ സ്കോർ തന്നെ പടുത്തുയർത്തി. CSKയുടെ വലിയ പിഴവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. IPL ചരിത്രത്തിൽ തന്നെ വലിയ 2 പിഴവുകളാണ് കഴിഞ്ഞ മിനി ലേലത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയത്. സാധാരണയായി ലേലത്തിൽ ബുദ്ധിപൂർവ്വ നീക്കങ്ങൾ നടത്തുന്ന CSK മാനേജ്മെൻറ്റിൻ്റെ അടുത്ത കാലത്തെ തീരുമാനങ്ങൾ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. IPL അരങ്ങേറ്റം പോലും നടത്താത്ത 2 അൺക്യാപ്ഡ് ഇന്ത്യൻ താരങ്ങൾക്ക് 28.40 കോടി രൂപ ചെലവഴിച്ചതാണ് ഏറ്റവും വലിയ ചർച്ചയായത്. വിക്കറ്റ് കീപ്പർ ബാറ്റർ കാർത്തിക ശർമ്മയ്ക്കും സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ പ്രശാന്ത് വീറിനും 14.20 കോടി രൂപ വീതമാണ് CSK നൽകിയത്. ഇവർക്ക് ഇതുവരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലോ IPLലോ വലിയ പ്രകടനമൊന്നുമില്ല. ആദ്യ 3 റൗണ്ടുകൾക്ക് ശേഷം പോലും ഇവർ നൽകിയ തുകയ്ക്ക് യാതൊരു നീതിയും പുലർത്താനായിട്ടില്ല. മുന്നോട്ടും ടീമിൽ സ്ഥിരസ്ഥാനം നേടാൻ പോലും ഇവർക്ക് ബുദ്ധിമുട്ടാകാം. ഇതിനു പുറമെ മറ്റൊരു വലിയ പ്രശ്നം ടീം ബാലൻസിൻ്റെ അഭാവമാണ്. ശക്തമായ ബോളിംഗ് യൂണിറ്റ് ഇല്ലാത്തത് CSK വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഡെത്ത് ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കാൻ കഴിയാത്തത് ടീമിൻ്റെ തോൽവിക്ക് പ്രധാനമായ ഒരു കാരണമായി മാറിയിട്ടുണ്ട്. മിഡിൽ ഓർഡർ സ്ഥിരതയില്ലാത്തതും ഒരു വലിയ വെല്ലുവിളിയായി തന്നെ തുടരുന്നുണ്ട്. RCBയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് RCBയുടെ ടീം മാനേജ്മെൻറ്റ് ബ്രില്യൻസ് കാണിക്കുന്നത്. CSK 28.40 കോടി വെള്ളത്തിലാക്കിയപ്പോൾ അതേ തുകയ്ക്ക് RCB ശക്തമായ സ്ക്വാഡാണ് ഒരുക്കിയത്. ഫിൽ സാൾട്ട്, ജേക്കബ് ബെദേൽ, റൊമാരിയോ ഷെപ്പേർഡ്, ടിം ഡേവിഡ്, കൃണാൽ പാണ്ഡ്യ, ദേവദത്ത് പടിക്കൽ തുടങ്ങിയ താരങ്ങളെ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ തുകയ്ക്കാണ് RCB സ്വന്തമാക്കിയത്. ഇതോടെ ടീമിന് ശക്തമായ ടോപ്പ് ഓർഡർ, മിഡിൽ ഓർഡർ ഫിനിഷിംഗ് കൂടാതെ നല്ല ഓൾറൗണ്ടർമാരും ലഭിച്ചു. RCBയുടെ ഏറ്റവും വലിയ ശക്തി ടീം ബാലൻസ് ആണ്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും അവർക്ക് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഓരോ റോളിനും അനുയോജ്യമായ താരങ്ങളെ അവർ തിരഞ്ഞെടുത്തു. അധിക പോയിന്റുകൾ നമ്മുടെ റാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ CSKയുടെ വയസ്സായ സ്ക്വാഡുണ്ട്, യുവതാരങ്ങളുടെ കുറവുണ്ട്, ഫീൽഡിംഗ് സ്റ്റാൻഡേർഡ് കുറഞ്ഞാണ് ഇപ്പം നമ്മൾ നോക്കിക്കാണുന്നത്. ഡെത്ത് ബോളിങ്ങിൽ വലിയ പ്രശ്നങ്ങൾ കാണാനുണ്ട്. പവർ പ്ലേയിൽ വിക്കറ്റുകൾ നേടാനാവുന്ന ഒരു ബോളറിൻ്റെ അഭാവം കാണുന്നുണ്ട്. ബാറ്റിങ്ങിലെ ഡെപ്ത്ത് കുറവുണ്ട്. ടീമിൽ റോൾ ക്ലാരിറ്റി ഇല്ലാത്തതും ഒരു പ്രശ്നമായി കാണുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ എത്താൻ പറ്റുന്നൊരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് CSK വലിയ തുക 2 അൺക്യാപ്ഡ് താരങ്ങൾക്കായി പാഴാക്കിയപ്പോൾ മറുവശത്ത് RCB അതിലും കുറഞ്ഞ തുകയ്ക്ക് 7 ശക്തമായ താരങ്ങളെ സ്വന്തമാക്കി. ഇതാണ് 2 ടീമുകളും നിലവിലെ അവസ്ഥയിൽ പ്രതിഫലിക്കുന്നത്. ഇപ്പോഴത്തെ ചോദ്യം ഒന്ന് മാത്രമാണ്: CSK വീണ്ടും പഴയ ശക്തിയിലേക്ക് മടങ്ങുമോ, അല്ലെങ്കിൽ ഈ സീസണും നിരാശയോടെ അവസാനിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റിൽ പറയൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.